ഹലോ, ഞാൻ അതിഥിയാ. എനിക്കൊന്ന് കാണണം. പോയ കാര്യം എന്തായടാ? നീ അവളെ കണ്ടോ? സംസാരിച്ചോ? സോറി, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. സഞ്ജയ് വന്നിട്ട് കുറെ നേരമായോ? സഞ്ജു എത്തിയിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ നിനക്ക്? അങ്ങനെ എടുത്തു പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമില്ല, സന്തോഷമില്ല. അതെന്താ അങ്ങനെ? ഡേ ടു ഡേ ലൈഫിൽ എക്സൈറ്റ്മെൻ്റ് ഇല്ലാണ്ടായാൽ പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. എന്ത് കോലാടാ ഇത്! താടിയും മുടിയും. എന്ത് സന്തോഷം ഉണ്ടായിരുന്ന മുഖമായിരുന്നു നിൻ്റെത്. ഇപ്പം ആ മുഖത്തൊരു ചിരി പോലും ഇല്ലല്ലോ. നീ വല്ലാതെ മാറിപ്പോയി. എന്നും മനുഷ്യൻ ഒരേപോലെ ഇരിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? സർ, ഓർഡർ. എനിക്കൊന്നും വേണ്ട. നിനക്ക് പറയാം. ഓക്കെ. നമ്മൾ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? 4 മാസവും 17 ദിവസവും. നീ ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണല്ലേ? നിന്റെ കാര്യത്തിൽ എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. ഇതെങ്കിലും തെറ്റരുതല്ലോ. ആണോ? ഈ ചിരി നീ എന്നെ ഒറ്റയ്ക്ക് നിർത്തി പോയപ്പോൾ എൻ്റെ മുഖത്ത് ഈ ചിരി ആയിരുന്നില്ല സഞ്ജു. ആ അതിഥിയും ഇന്നത്തെ അതിഥിയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. മേ ബി. എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഓരോ പ്രായത്തിലും മാറ്റങ്ങളുണ്ടാവും. കുഞ്ഞിലെ തൊട്ട ചുവന്ന പൊട്ടു മുതൽ സൃഷ്ടിയുടെ മുറിവിലെ ചോരപ്പൊട്ടുകൾ വരെ അവൾക്ക് മാറ്റങ്ങളാണ്. എന്തോ ഞാനൊരു പെണ്ണല്ലാത്തതുകൊണ്ട് എനിക്കതറിയില്ല. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പെണ്ണാവണമെന്നില്ല സഞ്ജു. നിനക്കറിയോ സഞ്ജു, നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്? നിന്റെ ദേഷ്യത്തിനൊത്ത് സങ്കടം വരുമ്പോഴും നിനക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ എൻ്റെ മനസ്സ് കൊതിച്ചപ്പോഴൊക്കെ
മാത്രമായിരുന്നു എൻ്റെ ലോകം. സഞ്ജു, നമുക്കിടയിൽ എന്താ സംഭവിച്ചത്? അതാലോചിച്ച് സങ്കടപ്പെടാനൊന്നും എന്നെ കിട്ടില്ല. അപ്പൊ നിന്നെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നതോ? എന്നെ ആലോചിച്ചാരും സങ്കടപ്പെടണ്ട. എന്ത് എളുപ്പമുണ്ടല്ലേ പറയാൻ. നീ ഉണ്ടാക്കിയ വേദന അത്ര എളുപ്പത്തിലൊന്നും മാഞ്ഞു പോകുന്നൊന്നല്ല സഞ്ജു. ഞാൻ പറഞ്ഞില്ലേ അതിഥി, എന്നെ ഓർത്ത് നീ ഇനി കരയരുത്. കരയാൻ എനിക്കിനി കണ്ണീര് വേണ്ടേ? കണ്ണീരിന് നിറം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ തലയിണ നിനക്ക് കാണിച്ചു തന്നേനെ സഞ്ജു. ഞാൻ കരഞ്ഞു തീർത്തത് എത്ര മാത്രാണെന്ന്. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റൂ. സോറി. ഓ, നീ സോറിയൊക്കെ പറയാൻ പഠിച്ചോ? തെറ്റേറ്റ് പറഞ്ഞാൽ തോറ്റുപോകുന്ന തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതെന്തു പറ്റി? ലൈഫിന്റെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി നിന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ വെറും ബ്ലണ്ടർ ആയിരുന്നു എനിക്ക് മനസ്സിലായത്. നിനക്ക് ലൈഫിന്റെ റിയാലിറ്റി പഠിക്കാൻ എന്നെ ഒഴിവാക്കേണ്ടി വന്നല്ലേ? നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് തട്ടിക്കളയാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആവില്ലേ? സഞ്ജു, നിനക്കെന്നോടൊന്നും പറയാനില്ലേ? അപ്പൊ ശരി. അതിഥി, ഞാൻ കൊണ്ടുവിടാം. കൂടിപ്പോയില്ലടാ. ഓർത്തു വെക്കാൻ ഒരുപാട് ഓർമ്മകൾ തന്നതല്ലടാ അവൾ എനിക്ക്. എനിക്കത് മതി. അവൾ എന്നോട് ചോദിച്ചടാ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന്. തെറ്റ് ചെയ്തത് അവളല്ലടാ, ഞാനാ. അവളെപ്പോലെ ഒരു പാവത്തിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കൂട്ടാൻ എനിക്ക് വയ്യ. നാളെ ചെക്ക് ചെയ്യാൻ വരുന്നവരെ ഇറക്കി വിട്ട അമ്മയും പെങ്ങളെയും കൊണ്ട് എങ്ങടാ പോണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഓടിയടാ ഒരുപാട്. ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്നതിന്റെ മാക്സിമം. മനുഷ്യന് ജീവിക്കാനുള്ള ഊർജം പ്രതീക്ഷയാ. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ആ ജീവിതത്തിലേക്ക് ഇനി അവളെയും. നെഞ്ചു പിടഞ്ഞാടാ അവൾ അവിടുന്ന് പോയത്. ആ പിടച്ചിൽ എനിക്ക് കേൾക്കായിരുന്നു. എവിടെ കൊണ്ട് കഴുകിക്കളയടാ ഞാൻ ഈ പാപമൊക്കെ. എന്തൊക്കെയായാലും നിന്റെ കൂടെ ജീവിക്കുന്നതല്ല എന്റെ സന്തോഷം. എന്നെ വിട്ടു പോകാൻ പറ്റില്ലെന്നൊരു വാക്ക് പറയായിരുന്നില്ല നിനക്ക്? 1000 തവണ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞതല്ലേ, പക്ഷെ നീ കേട്ടില്ല. നഷ്ടപ്പെടുത്താൻ തോന്നില്ലടോ. നീ ഇതുപോലെ കാത്തു സൂക്ഷിച്ചോളാം നിന്നെ. നമുക്കിനി കണ്ണീര് കരച്ചിലൊന്നും വേണ്ടടോ. നിനക്ക് ഞാനും എനിക്ക് നീ മാത്രം മതി.